Decker necessary conditions for a stationary point to be maximum. For the inequality constraint നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലേ, കഴിഞ്ഞ ദിവസം. ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻ വരുമ്പോൾ ഉള്ള നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ജെ ഇക്വേറ്റഡ് ടു 0 ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഇക്വേറ്റഡ് ടു 0 and with respect to SI, inequality constraint ആകുമ്പോൾ സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ ആഡ് ചെയ്യും. SI equal to 0, then with respect to SI equal to 0, that is minus 2 lambda SI equal to 0. Then this implies either lambda equal to 0 or S is equal to 0. S is greater than or equal to 0, and if S is equal to 0, then minus of HIX is equal to 0. Therefore lambda into SI is equal to 0 and minus HIX is equal to 0 together implies lambda into HIX is equal to 0. Therefore the necessary conditions are given by Fj minus lambda Hj equal to 0 for j equal to 1, 2, 3 etc. Fj means ഡെറിവേറ്റീവ് ഓഫ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിലെ എഫ് ആണ്, എഫ് ഓഫ് എക്സ് ആണ് എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എഫ് ജെ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ജെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് മൈനസ് ലാംഡ ഇൻറ്റു എച്ച് ജെ. എച്ച് എക്സ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര. ദെർഫോർ എച്ച് എക്സ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ജെ. അതാണ് എഫ് ജെ മൈനസ് ലാംഡ എച്ച് ജെ ഈക്വൽ ടു 0. ദെൻ ഫോർ ജെ ഈക്വൽ ടു 1, 2, 3 എക്സ്ട്രാ എൻ. അപ്പോൾ 2 വേരിയബിൾസ് ഉള്ളെങ്കിൽ അവിടെ 2 ഇക്വേഷൻ വരും. x1 x2 2 വേരിയബിളാണ് ഉള്ളെങ്കിൽ j ഈക്വൽ ടു 1 to 2 എന്ന് വരും. കുറേ വേരിയബിൾസ് ഉണ്ട്, 1, 2, 3 എക്സെട്ര n വരെയുള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവിടെ അത്രയും ഇക്വേഷൻസ് വരും. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് നമ്മൾ പറഞ്ഞു ഈ ബാക്കി വിത്ത് റെസ്പെക്ട് ടു എസ് ഐ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ഒരുമിച്ച് നമുക്ക് ലാംഡ എച്ച് ഈക്വൽ ടു 0 എന്ന് എഴുതാം. That is second condition, and third condition is h less than or equal to 0, and fourth condition is lambda greater than or equal to 0. ഇത് മാക്സിമൈസേഷനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ വരുന്ന കേസിലുള്ള കൺസ്ട്രെയിൻ നെസസറി കണ്ടീഷൻസ് ആണ്. മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ്. ഇനി നമുക്ക് കൺസ്ട്രെയിൻ മിനിമൈസേഷൻ പ്രോബ്ലം ആൻഡ് കൺസ്ട്രെയിൻസ് ആർ greater than or equal to type നോക്കാം. Decker conditions for minimization of problem. Consider the minimization of LPP as minimize z is equal to f of x, then gix greater than or equal to ci, and xj greater than or equal to 0 or I equal to 1, 2, 3 etc. m. അതായത് m constraints ഉണ്ട്. gix g1x greater than or equal to c1, g2x greater than or equal to c2, അങ്ങനെ എം ഇക്വേഷൻസ്. അതുപോലെ തന്നെ എക്സ് ജെ എന്ന് പറയുമ്പോൾ ജെ എന്നുള്ള വേരിയബിൾ x1 x2 എക്സെട്ര xn, ജെ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എൻ. therefore we can define hix is equal to gix minus ca for I equal to 1, 2, 3 etc. m. then hix is greater than or equal to 0. ഇവിടെ gix minus ci is greater than or equal to 0. therefore hix is greater than or equal to 0. Proceeding as above, as in the case of maximization problem, we get the Decker conditions for minimization problem are നേരത്തെ ചെയ്ത പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എസ് ജെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു സർപ്ലസ് വേരിയബിൾ എസ് എ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പക്ഷേ ആകെ ഒരു ഇവിടെ സർപ്ലസ് വേരിയബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ 2 ലാംഡ ഐ എസ് ഐ ഈക്വൽ ടു 0 തന്നെ വരും. അപ്പോൾ അതിന് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് ലാംഡ ഐ എച്ച് ഐ ഈക്വൽ ടു 0. റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എച്ച് ലാംഡ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു 0 കിട്ടും. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു എസ് ഐ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2 ലാംഡ ഐ എസ് ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് ലാംഡ ഐ എച്ച് ഐ ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ജെ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m ലാംഡ ഐ മൈനസ് എച്ച് ജെ ഈക്വൽ ടു 0. എച്ച് ജെ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഓഫ് എച്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ജെ.
അതുപോലെ തന്നെ എഫ് ജി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ജി. പിന്നെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് എന്നുള്ളതാണ് i = 1 to m λ1 λ2. അങ്ങനെ കൺസ്ട്രെയിൻസിനെയൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനിൽ λ1 ഇൻറ്റു h1x അതുപോലെ λ2 ഇൻറ്റു h2x അങ്ങനെ വരും. അപ്പോൾ അതാണ് എഫ് ജി മൈനസ് സമ്മേഷൻ i = 1 to m λa h = 0. And second condition is λa hi = 0. And third condition hi is greater than or equal to 0. And fourth condition λ is greater than or equal to 0. hi greater than or equal to 0 എന്ന് ഒരു കൺസ്ട്രെയിൻ്റ് ഉള്ളെങ്കിൽ അത് hx greater than or equal to 0. ഇവിടെ i എന്ന് പറയുന്നത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് എന്നാണ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് കണ്ടക്ടർ നെസസറി കണ്ടീഷൻ. ഇനി താഴെ പറയുന്നത് എന്താണെന്ന് നോക്കാം. കണ്ടക്ടർ conditions are also sufficient for NLPP to be maximized f of x subject to g of x less than or equal to c for gix less than or equal to ci for I = 1 to m. They are sufficient if f of x is concave and h of x is convex. ഇപ്പോൾ കണ്ടക്ടർ കണ്ടീഷൻസ് നെസസറി കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് സഫിഷ്യൻറ്റും കൂടിയാവും എപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് കോൺകേവ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് കോൺവെക്സ്. എങ്ങനെയാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ L = എഫ് ഓഫ് എക്സ് മൈനസ് ലാംഡ ഇൻറ്റു എച്ച് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കോൺകേവ് ആണ്, എച്ച് ഓഫ് എക്സ് കോൺവെക്സ് ആണെങ്കിൽ മൈനസ് ഓഫ് എച്ച് ഓഫ് എക്സ് കോൺകേവ് ആയിരിക്കും അല്ലേ. എച്ച് ഓഫ് എക്സ് കോൺവെക്സ് ആണെങ്കിൽ മൈനസ് ഓഫ് എച്ച് ഓഫ് എക്സ് കോൺകേവ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ലാംഡ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺകേവ് തന്നെ ആയിരിക്കും. അപ്പോൾ കണ്ടക്ടർ കണ്ടീഷൻസ് മാക്സിമം ആവുന്നത് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ കോൺകേവ് ആകുമ്പോൾ, ടോട്ടൽ ഫംഗ്ഷൻ കോൺകേവ് ആകുമ്പോൾ. അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് കോൺകേവ് ആവണം, എച്ച് ഓഫ് എക്സ് കോൺവെക്സും ആവണം. അത് ഏത് കേസിലാണ് അങ്ങനെ പറയുന്നത്? എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സ് ഇസ് കോൺകേവ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് കോൺവെക്സ് എന്നാണ്. ഇനി എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ അവിടെ മൈനസ് ഓഫ് എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാവും അല്ലേ. അപ്പോൾ ആ കേസിൽ എന്ത് വേണം? എച്ച് ഓഫ് എക്സ് ഇസ് കോൺവെക്സ്. എച്ച് ഓഫ് എക്സ് ഇസ് കോൺകേവ് എന്നായിരിക്കും. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം കണ്ടക്ടർ conditions are also the sufficient condition if f of x is convex and h of x is concave. അതായത് ടോട്ടൽ ഫംഗ്ഷൻ കോൺവെക്സ് ആയിരിക്കണം. അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലത്തിന് എഫ് ഓഫ് എക്സ് കോൺവെക്സും എച്ച് ഓഫ് എക്സ് കോൺകേവും ആവണം. അപ്പോൾ മൈനസ് ഓഫ് എച്ച് ഓഫ് എക്സ് കോൺവെക്സ് ആവും. അപ്പോൾ ടോട്ടൽ ഫംഗ്ഷൻ കോൺവെക്സ് ആവും. മിനിമൈസേഷന് ടോട്ടൽ ഫംഗ്ഷൻ കോൺവെക്സ് ആവണം, മാക്സിമൈസേഷന് ടോട്ടൽ ഫംഗ്ഷൻ കോൺകേവ് ആവണം. അതിനനുസരിച്ച് എച്ച് ഓഫ് എക്സ് കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം, അങ്ങനെ. ഈ കേസ് ഏതാ പറയണത്? എഫ് ഓഫ് എക്സ് ഇസ് കോൺവെക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് കോൺകേവ് ഇഫ് എച്ച് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് എപ്പോഴാണ് കണ്ടക്ടർ കണ്ടീഷൻ സഫിഷ്യൻ്റ് ആവുക എന്ന് വെച്ചാൽ മാക്സിമൈസേഷനിൽ എഫ് ഓഫ് എക്സ് കോൺകേവും എച്ച് ഓഫ് എക്സ് കോൺവെക്സും ആവണം. എപ്പോൾ എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ. അതുപോലെ തന്നെ മിനിമൈസേഷനിൽ എഫ് ഓഫ് എക്സ് കോൺവെക്സും എച്ച് ഓഫ് എക്സ് കോൺകേവും ആവണം. വേർ എച്ച് ഓഫ് എക്സ് ഇസ് ഓഫ് ദ ടൈപ്പ് എച്ച് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ കണ്ടക്ടർ കണ്ടീഷൻസ് സഫിഷ്യൻറ്റ് കണ്ടീഷനും കൂടെ ആവും ഈ കേസോടെ നോക്കിയാൽ. നമ്മൾ നെസസറി കണ്ടീഷൻസാണ് കണ്ടക്ടർ കണ്ടീഷൻസായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് സഫിഷ്യൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് എ പ്രോബ്ലം. Z is equal to 3.6 x1 plus 0.4 x1 square plus 1.6 x2 minus 0.2 x2 square subject to 2x1 plus x2 less than or equal to 10 and x1 x2 greater than or equal to 0. ഇവിടെ ആകെ ഒരു കൺസ്ട്രെയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാംഡ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനായിട്ട് മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് മൈനസ് ലാംഡ ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഈസ് എച്ച് ഓഫ് എക്സ് മൈനസ് എസ് ഐ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി കണ്ടക്ടർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
റെസ്പെക്ട് ടു x1 x2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് ജെ മൈനസ് ലാംഡ എച്ച് ജെ ഫോർ ജെ ഈക്വൽ ടു 1 and 2 അല്ലേ. ആൻഡ് നെക്സ്റ്റ് കണ്ടക്ടർ കണ്ടീഷൻ ഈസ് ലാംഡ ഇൻറ്റു എച്ച് എക്സ് ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എസ് എ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലാംഡ ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് എച്ച് ഐ എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. മാക്സിമൈസ് ആണ് കേട്ടോ. മാക്സിമൈസ് സെഡ് ഇസ് ഈക്വൽ ടു ദാറ്റ് ആൻഡ് എച്ച് ഐ എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ ഈസ് എച്ച് ഐ എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആൻഡ് ഫോർത്ത് കണ്ടീഷൻ ഈസ് ലാംഡ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദീസ് ആർ കോൾഡ് ദ നെസസറി കണ്ടീഷൻ ഫോർ കണ്ടക്ടർ given by conductor. Then we find the necessary condition dou f by dou x1 minus lambda x1 lambda h1 by dou x1 is equal to then differentiate ചെയ്യുമ്പോൾ with respect to x1 differentiate 3.6 plus അല്ല നമ്മുടെ മൈനസ് ആണല്ലേ, മൈനസ് 4x1 സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ക്ലിയർ ആവുന്നില്ല. മൈനസ് 0.4x1 സ്ക്വയർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3.6 മൈനസ് 0.8x1 സ്ക്വയർ. പിന്നെ x1 ഉണ്ടോ? ഇല്ല. മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ എന്നുള്ള ഫംഗ്ഷനിൽ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനിൽ ലാംഡ ഇൻറ്റു 2x1 ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2 ലാംഡ എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു x1 ഈസ് 3.6 മൈനസ് 0.8x1 മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0. സിമിലർലി വിത്ത് റെസ്പെക്ട് ടു x2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ഡോ x2 മൈനസ് ലാംഡ എച്ച് ബൈ ഡോ x2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6x2 മൈനസ് 0.4x2 മൈനസ് ലാംഡ is equal to 0 അല്ലേ. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു എച്ച് എക്സ് ഈക്വൽ ടു 0. ലാംഡ ഇൻറ്റു എച്ച് എക്സ് നിങ്ങൾക്കറിയാം x1 പ്ലസ് x2 മൈനസ് 10 is equal to 0 ആൻഡ് എച്ച് ഓഫ് എക്സ് അടുത്ത കണ്ടീഷൻ തേർഡ് കണ്ടീഷൻ എച്ച് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 0. 2x1 പ്ലസ് x2 മൈനസ് 10 is less than ഈക്വൽ ടു 0 ആൻഡ് ഫോർത്ത് കണ്ടീഷൻ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഈ തേർഡ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് എന്താ മനസ്സിലാവുന്നത്? ലാംഡ ഇൻറ്റു എച്ച് എക്സ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഐദർ ലാംഡ ഈക്വൽ ടു 0 ഓർ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ലാംഡ ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ലാംഡ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1.6 മൈനസ് 0.4x2 ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ലാംഡ ഈക്വൽ ടു 0 കൊടുത്താൽ 3.6 മൈനസ് 0.8x1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ x1 x2 സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ x1 x2 സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് 0.5ഉം 0.4ഉം ആണ്. അത് നമുക്ക് ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കാം. അതായത് എച്ച് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കാം. 2x1 പ്ലസ് x2 മൈനസ് 10 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ദാൻ ഈക്വൽ ടു 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 x2ഉം ഈ കിട്ടിയ x1 x2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 4.5 പ്ലസ് 0.4 മൈനസ് 10 ഇസ് ഈക്വൽ ടു 3 എന്ന് വരും അല്ലേ. ലെസ് ദാൻ ഈക്വൽ ടു 0 അല്ല, അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് the solution violate the conductor condition. Therefore lambda equal to 0 is not possible. Therefore lambda not equal to 0 എന്ന് കൊടുക്കാം. lambda not equal to 0 ആകുമ്പോൾ അടുത്തത് എന്താ വരിക? 2x1 പ്ലസ് x2 മൈനസ് 10 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. നമുക്ക് ഐദർ ലാംഡ ഈക്വൽ ടു 0 ഓർ 2x1 പ്ലസ് x2 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് അല്ലേ. തേർഡ് കണ്ടീഷൻ. അപ്പോൾ തേർഡല്ല, ഫോർത്ത് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഇത് ലാംഡ ഈക്വൽ 0 ഓർ 2x1 പ്ലസ് x2 ലാംഡ ഇൻറ്റു എച്ച് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ ഇത് ലാംഡ ഈക്വൽ ടു 0 ഓർ 2x1 പ്ലസ് x2 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ ലാംഡ കനോട്ട് ബി ഈക്വൽ ടു 0 എന്നായപ്പോൾ 2x1 പ്ലസ് x2 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. ദെൻ 1 and 2 1 and 2ൽ നമുക്ക്
ലാംഡനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x1 x2 തന്നെയുള്ളൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ലാംഡ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് x2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.2 മൈനസ് 0.8 x2 മൈനസ് 2 ലാംഡ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ 2 ലാംഡ എലിമിനേറ്റ് ചെയ്യും. ബാക്കിയുള്ളത് 3.6 3.2 കുറച്ചാൽ 0.4 പ്ലസ് 0.8 x1 മൈനസ് 0.8 x1 അല്ലേ, അത് മൈനസ് ആണ് അല്ലേ, മൈനസ് 0.8 x1 മൈനസ് 0.8 x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് 0.8 x1 പ്ലസ് 0.8 x2 എന്ന് വരും അല്ലേ, കാരണം സബ്സ്ട്രാക്ട് ചെയ്യില്ലേ. ഒന്ന് മൈനസ് 0.8 x1ഉം അടുത്തത് പ്ലസ് ആണ് കേട്ടോ, അവിടെ മൈനസ് അല്ല, അതുപോലെ തന്നെ ആദ്യം മൈനസും ആണ്. 8 x2 is equal to 0. That equation can be written as 0.8 x1 minus 0.8 x2 is equal to minus 0.4. മൈനസ് ശരിക്കും എന്താ വരിക, മൈനസ് 0.8 x1 പ്ലസ് 0.8 x2 is equal to മൈനസ് 0.4 എന്നാവും അല്ലേ. അപ്പോൾ അതിനെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x1 മൈനസ് 2x2 is equal to 1 ആവും. ഓൾസോ വി ഹാവ് 2x1 പ്ലസ് x2 മൈനസ് 10 is equal to 0. അപ്പോൾ 2x1 പ്ലസ് x2 is equal to 10. രണ്ടിൽ നിന്നും കൂടെ നമുക്ക് x1 x2 സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ x1ൻ്റെ വാല്യൂ ആദ്യം x2ൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. അതുപോലെ x1ൻ്റെ വാല്യൂ 7/2 ദാറ്റ് ഇസ് 3.5 എന്ന് കിട്ടും. ഇനി ആ കിട്ടിയ വാല്യൂസ് നമുക്ക് കണ്ടീഷൻ വയലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ രണ്ടും 2x1 പ്ലസ് x2 മൈനസ് 10 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് വയലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗിവൺ സൊല്യൂഷൻ, അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദ ഗിവൺ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. അപ്പോൾ ഗിവൺ സ്റ്റേഷനറി പോയിൻറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദ കണ്ടീഷൻസ്. ഒപ്റ്റിമം ആണോ നോക്കണമെങ്കിൽ സ്റ്റേഷനറി പോയിൻ്റ് ഒപ്റ്റിമം ആണോ നോക്കണമെങ്കിൽ നമുക്ക് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നും കൂടെ നോക്കണം. അതിന് നമുക്ക് ഹെർഷ്യൻ മെട്രിക്സ് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3.5ഉം x1 is equal to 3.5ഉം x2 is equal to 3ഉം. അപ്പോൾ അത് സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെഡ് is equal to 107 എന്ന് കിട്ടും. ഇനി ഫംഗ്ഷൻ കോൺവെക്സ്, ഇനി ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഇവിടെ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് f(x) കോൺകേവ് h(x) കോൺവെക്സ് ആണ് അല്ലേ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. Yeah.